എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ പോലീസ് സേനയുടെ നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഇനിയും ഒത്തിരി സൗകര്യങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് കിട്ടുന്ന ഡ്യൂട്ടി അത് കൃത്യമായി ചെയ്തു തീർക്കാനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ അത്ര കണ്ടില്ല. കാരണം ഏതാണ്ട് 3 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഇന്ന് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം സേനയിലെ അംഗസംഖ്യ അത്ര കണ്ട് പോരാ. അതിലുപരി ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും ഒരു സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരാതികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാതികൾ കൂടുന്നതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ കുറവ് എല്ലാ സ്റ്റേഷനിലും നേരിടുന്നുണ്ട്. ഇനി പൊതുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഒരു കുഞ്ഞു കാര്യങ്ങളായിരുന്നാലും പരസ്പരം പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങളും ഇവർ ചെന്നെത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ആ പരാതിയുടെ ഗൗരവം അനുസരിച്ചാണ് അവർ ഓരോ കംപ്ലൈൻറ്റുകളും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ സീരിയസ് അനുസരിച്ചുള്ളതിന് പ്രയോറിറ്റി കൊടുത്തു. അതിന് ഏറ്റവും വേഗമുള്ള ആക്ഷൻ എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പരാതികൾക്ക് ഉള്ള ആ ഒരു സമയം ശകലം നീണ്ടുപോകും. ഇത് സംഭവിക്കുന്നത് ഈ കുഞ്ഞു പരാതികളുടെ പേരിൽ യാതൊന്നും കാര്യമായി ആലോചിക്കാതെ നേരെ അടുത്തുള്ള ഏതെങ്കിലും ഡുക്കിലെ നേതാക്കളെ കണ്ടെത്തും. ഈ നേതാക്കൾക്ക് മന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ളവരായിരിക്കും. കാരണം ഈ ഇലക്ഷൻ സമയത്ത് ഈ നേതാക്കന്മാരെ നേരിട്ട് മന്ത്രി കണ്ടിരിക്കാം. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കേവലം നിസ്സാരമുള്ളൊരു ചെറിയ പരാതിക്ക് വേണ്ടി നേരെ മന്ത്രിയോട് പറഞ്ഞ് മന്ത്രിയായിരിക്കും വിളിക്കുക. അതെന്താ ഏതായെന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറയും. അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ കാര്യമായിട്ട് അവിടുത്തെ SHOയും മറ്റു പോലീസുകാരൊക്കെ നിൽക്കുമ്പോൾ അപ്പോഴൊന്നും ഈ കഥകളൊന്നും മന്ത്രിയോട് പറയാൻ പറ്റില്ല. വേണ്ടതുടൻ ചെയ്യുക. അപ്പോൾ നേതാവിന് സന്തോഷമായി. നേതാവ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തായി ഇത് ഇങ്ങനെയുള്ളൊരു വൃത്തികെട്ട ഒരു മോശമായ ഒരു സംവിധാനം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഏത് ഭരണപക്ഷി വന്നാലും ഇതൊരു മോശമായ ബുദ്ധിമുട്ടാണ്. എന്നാൽ എത്ര മന്ത്രിമാർ ഒരു കംപ്ലൈൻറ്റായി വിളിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അന്വേഷിച്ചോ, തിരക്കിലാണോ, ഫ്രീ ഉള്ളപ്പോൾ നോക്കുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഓഫീസേഴ്സിനും അവർക്കും എന്തോ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആരെങ്കിലും ഒക്കെ കാണത്തുള്ളൂ. ഇതാരെങ്കിലും ഒരു അണികൾ ചെന്ന് പറഞ്ഞാൽ തെറ്റും ശരി ഞാൻ പറയാൻ നോക്കി അപ്പം തന്നെ അവരുടെ ഫ്രണ്ട് വെച്ച് വിളിക്കുമ്പോൾ ഈ പോലീസിനുണ്ടാകുന്ന അവർ ഡീമോറലൈസ് ആയി പോകും. അവരുടെ എത്ര ആത്മാർത്ഥമായി പണി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് രാഷ്ട്രീയക്കാരെന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഒപ്പം ഈ പരാതി കൊടുക്കുന്നവരും. ഇത് ഒരു ഭാഗം. ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ സുരക്ഷിതമായി രാത്രികാലങ്ങളിൽ നമ്മൾ അന്തി ഉറങ്ങുമ്പോൾ നമ്മൾ സുരക്ഷിതമായി ഉറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് കാവലായി നിൽക്കുന്നത് ഈ പോലീസ് സേനയാണ്. അവർക്കും കുടുംബങ്ങളുണ്ട്. അവർക്ക് നമുക്കൊരു അന്തി ഉറങ്ങാൻ കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബത്തിനോടൊപ്പം സാധിക്കില്ല. വല്ലപ്പോഴും കിട്ടിയാൽ ഒരു സമയം കിട്ടുമെന്നിൽ മറിച്ച് അവരെപ്പോഴും സദാ അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളിലുമായി തിരക്കിലായിരിക്കും. ഇതും നാം ഒന്ന്
അന്നൊന്നൊന്ന് അറിയുന്നത് വളരെ നന്നായിരിക്കും. നമ്മെപ്പോലെ തന്നെയാണ് അവരും മനുഷ്യർ. പലപ്പോഴും നല്ല വളരെ മോശമായ കൊടും ക്രിമിനലുകളുമായി ബന്ധപ്പെടുമ്പോൾ ശരിക്കും അവരോട് സൗമ്യ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. സത്യങ്ങൾ അറിയണമെങ്കിൽ രൂക്ഷമായി സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വരുമ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഇങ്ങനെ കൊടും ക്രിമിനലുകളെ ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയോ സമാധാനമൊന്നും കാണത്തില്ല. ഈവൻ നമ്മുടെ കുഞ്ഞുമക്കളെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ആത്മാർത്ഥതയോടൊന്ന് പറയാൻ നമുക്കൊന്ന് അവരെ ചുംബിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം നമ്മൾ വന്നത് ഒരു ക്രിമിനലുകളുടെ മുന്നിൽ നിന്നുമാണ്. ഒന്ന് മനസ്സിലാക്കണം അവരുടെ മാനസികാവസ്ഥ. രണ്ടാമത് പല പോലീസുകാർക്കും മാനസിക സമ്മർദ്ദം ഒട്ടനവധിയുണ്ട്. കാരണം ഭാരിച്ച പണികൾ, മുകളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം അവരെ ഒരുപാട് തളർത്തി കളയാറുണ്ട്. അങ്ങനെ പല കംപ്ലൈൻറ്റുകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈവൻ പോലീസുകാർ ആത്മഹത്യ വരെ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും മനുഷ്യരാണ്. സോ ഇതിന് പ്രധാന കാരണക്കാർ പബ്ലിക്കായ നമ്മൾ തന്നെയാണ്. നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുക. അവരും മനുഷ്യരാണ്. അവർക്കുമുണ്ട് കുടുംബത്തിൽ പല കടപ്പാടുകളും പല കാര്യങ്ങളും. ആ കുടുംബത്തിനോടൊപ്പം നിന്ന് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ മാനസികമായി അവർക്കൊരു 100% അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതവരുടെ ജോലിയിലും നിഴലിക്കും. ഇനി പോലീസ് ഓഫീസേഴ്സ്, സീനിയർ ഓഫീസേഴ്സിന് അവർക്കും ഉണ്ടാകും സമ്മർദ്ദങ്ങളേറെ. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ സമ്മർദ്ദങ്ങൾ എന്താണെന്ന് അവർ കീഴുദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവരും അതിന് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പോലീസുകാരെ സംബന്ധിച്ചോളം അവർക്ക് ഏത് സമയത്ത് എവിടെ എങ്ങനെ പോകണം എന്നെങ്ങനെ എത്തണം ഒന്നും പറയാൻ പറ്റില്ല. പൊട്ടിപ്പുറപ്പെടുന്ന ലഹളകളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വഴിതടവിലായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടതായിരിക്കാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ. എല്ലാത്തിനും ആദ്യം എത്തേണ്ടത് പോലീസാണ്. ചില സമയങ്ങളിൽ പരിധിയിൽ കവിഞ്ഞ പല കോലാഹലങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെ എല്ലാം ഓടിയെത്താൻ സാധിക്കാത്തൊരവസ്ഥ വരും. അതിനേക്കാളും മോശമായൊരവസ്ഥയിലായിരിക്കും അവർ ഏതെങ്കിലും കേസിൽ അവർ ബന്ധപ്പെട്ടിരിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. എത്ര പേരാണ് ഈ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നത്? നമുക്കെല്ലാം ഏതിനും ഒരാശ്രയം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സേനയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ, നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് ആദ്യം ഒന്ന് ആലോചിക്കുക. ഇത് വേണോ? നിങ്ങൾ വഴിയെ പോകുമ്പോൾ നിങ്ങളുടെ നെയ്ബേഴ്സ് നിങ്ങളെ രൂക്ഷമായി നോക്കി, അവൻ എങ്ങനെ നമ്മളെ രൂക്ഷമായി നോക്കി എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ എഴുതി ചേർത്ത് ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ അവരത് അന്വേഷിക്കാൻ വരണം. പക്ഷെ അവർ അന്വേഷിക്കാൻ വരുമ്പോൾ ഇതിനേക്കാളും മോശമായ വളരെ സീരിയസായ ഒരു കേസിന് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഒന്ന് രൂക്ഷമായി നോക്കിയെന്നാൽ എന്നെ രൂക്ഷമായി നോക്കി എന്നായിരിക്കില്ല കംപ്ലൈൻറ്റ്. അതിന് കൊടുക്കുന്ന കംപ്ലൈൻറ്റ് എന്നെ മർദ്ദിക്കാമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പല ഇതും എഴുതിയുണ്ടാക്കും. ഒന്ന് അതൊരു വീര്യം കിട്ടാൻ വേണ്ടി അത് കുത്തി എഴുതുന്ന അതിനുള്ള ആൾക്കാരും കൊണ്ടൊരു 25-50 രൂപ എന്ത് വേണമെങ്കിൽ കുത്തി നിറച്ച് എഴുതിയത് വായിക്കുമ്പോൾ ആർക്കായിരുന്നു ഒരു രോഷമോ അങ്ങനെയാണ്, ഓക്കെ, അപ്പം തന്നെ വണ്ടി എടുക്കും, അങ്ങോട്ട് പോകണം, ഇവനെ കാണത്തില്ല. ഇങ്ങനെ പബ്ലിക് സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസൻസ് ഈ പോലീസ് സേനയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന് കഴിയുന്നതും ആൾക്കാർ ഒന്ന് ആലോചിച്ച് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുകൂടെ ഒന്ന് തീരുമാനിക്കണം. കാരണം നമ്മുടെ പോലീസിനെ കുറിച്ച് നാം അറിയണം. അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾക്ക് അവർക്ക് പോകേണ്ടി വരുമ്പോൾ അതിലും പ്രധാനമായി എന്തോ സംഭവിച്ചെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അങ്ങക്ക് അവിടേക്ക് പോയേ പറ്റൂ. അതാണ് പോലീസിൻ്റെ കടമ, അതാണ് പോലീസ് ചെയ്യേണ്ടത്. എവിടെ എന്ത് സംഭവിച്ചാലും ആദ്യം എത്തേണ്ടത് പോലീസാണ് അവിടെ എത്തി വേണ്ട സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനിയുള്ള ദിവസമെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവർ ദയവ് ചെയ്ത് കുഞ്ഞു കാര്യങ്ങൾക്ക് പോലീസിനെ ഉപദ്രവിക്കാതിരിക്കുക, അവിടെ പേപ്പറുമായിട്ട് ചെല്ലാതിരിക്കുക.
അവർക്ക് പിടിപ്പത് പണിയുണ്ട് എന്നാലോചിക്കുക. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് സാധീകരിക്കാനുള്ള സംവിധാനം അല്ല ഇന്ന് നമ്മുടെ പോലീസ് സേനയ്ക്കുള്ളത്. ഉള്ള സൗകര്യങ്ങളുടെ വെളിച്ചത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് മാക്സിമം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. അവർ ഡ്യൂട്ടിക്ക് കറക്റ്റ് സമയത്തിന് എത്തുന്നുണ്ടെങ്കിലും കറക്റ്റ് സമയത്തിന് അവരുടെ വീട്ടിലെത്താറില്ല. അവിടെയും കാണും വയസ്സായ മാതാപിതാക്കളും സുഖമില്ലാത്ത കുട്ടികളോ ആരെങ്കിലുമൊക്കെ കാണും. അവർക്കും സഹായിക്കേണ്ടത് ഈ പോലീസുകാർ തന്നെയാണ്. കാരണം അവർ നമ്മെപ്പോലെ കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. ഇതെല്ലാവരും ഒന്നോർത്താലും ഇനിയെങ്കിലും മാക്സിമം പ്രഷർ അവർക്ക് കുറച്ച് കൊടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവരെ പോയി ഉപദ്രവിക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സാധിച്ചാൽ സബ്സ്ക്രൈബും ചെയ്യാനും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.